ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കൃഷി സ്ഥലത്തിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ഇവിടുത്തെ രണ്ടാമത്തെ കൃഷിക്കുള്ള കൃഷിവൽക്കരണത്തിലാണ്. കണ്ടാൽ നിങ്ങൾക്ക് ബാക്കിൽ കാണാം, കണ്ടില്ലേ ഒരു JCB കണ്ടില്ലേ? ഇതാണ് ഞങ്ങൾ രണ്ടാമത്തെ കൃഷി ചെയ്യാൻ പോകുന്ന സ്ഥലം. അപ്പോൾ ഞങ്ങൾ JCB വെച്ച് മൊത്തം ക്ലീൻ ചെയ്യുകയാണ് ഇതെല്ലാം. ഇതാണ് പാലക്കാട്ട് താഴം എളങ്കാവ് എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ പരിസരത്താണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. ഇതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നേത്രവാഴ കൃഷി ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്നും കൂടി കൃഷി ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഇപ്പോൾ വാഴൻ്റെ തോടെടുക്കുകയാണ്. കണ്ടോ, തോട് ഏകദേശം ഒരു 1.5 അടി താഴ്ചയുള്ള തോടാണ് എടുക്കുന്നത്. 1.5 അടി തോട്. അതിനനുസരിച്ച് ചെറിയൊരു കുഴി ഒഴിച്ചിട്ട് അതിലാണ് നമ്മൾ വാഴ വെക്കുന്നത്. കുറച്ച് ബാക്കി വാഴക്കൊലകൾ കിട്ടി. അതാണ് വാഴക്കുള്ള വാരൊക്കെ റെഡിയായി. പ്രദേശം ഒക്കെ റെഡിയായി. അക്ഷയയുടെ കുമ്മായം വിതറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ മെയിൻ കുഴികളിൽ മാത്രമാണ് കുമ്മായം വിതറുന്നത്. ചെറുതായിട്ട് ഒരു പെയിൻറ്റിൻ്റെ പാത്രം എടുത്തിട്ട് അതിലാണ് കുമ്മായം വിതറിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളെ കൃഷി ചെയ്യുന്നത് മെയിൻ റോഡിൻ്റെ അരികത്ത് തന്നെയാണ്. ഇതാണ് പാലക്കാട്ട് ആലുവ പെരുമ്പാവൂർ പ്രൈവറ്റ് റൂട്ടാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ കൃഷിസ്ഥലം ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാ വാഴയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തോടുകളും റെഡിയായി. തോടുകൾ നമ്മൾ വാഴക്കണ്ണ് വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ കുഴികളും എടുത്തിട്ടുണ്ട്. അതിൽ ഞങ്ങൾ കുമ്മായം വിതറി. ഇപ്പോൾ നമ്മൾ മണ്ണെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കുമ്മായം വിതറിക്കൊണ്ട് നമ്മളൊരു 4-5 ദിവസം ഒരാഴ്ച കഴിഞ്ഞിട്ട്, മിനിമം 2 വീക്സാണ് പറയുന്നത്. എന്നാലും ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ നാളെയോ മറ്റന്നാളോ ചാണകം ഇടും, ഉണക്കച്ചാണകം ഇടും. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ വാഴ നടുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ വാഴ വാഴ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിലം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ വാഴവിത്തുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വാഴവിത്തുകളൊക്കെ നമ്മൾ ഒരു അരമണിക്കൂർ നമ്മൾ ട്രൈക്കോഡെർമയിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഉണക്കിയിട്ട് നടുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ടാങ്കിൽ കുറച്ച് വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 300 ലിറ്റർ വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ട്രൈക്കോഡെർമ മുക്കിയിട്ടാണ് നമ്മൾ നടുക. കാരണം ട്രൈക്കോഡെർമ അപ്പോൾ ട്രൈക്കോഡെർമ മുക്കിയിട്ട് നടുന്നതെന്ന് വെച്ചാൽ വളർച്ച ത്വരിതയാണ്. അതോടൊപ്പം തന്നെ കീടനാശിനിയും കൂടിയാണ്, ഒരു ജൈവ കീടനാശിനിയും കൂടിയാണ്. അപ്പോൾ മണ്ണിൽ നിന്ന് വരുന്ന രോഗങ്ങളൊക്കെ ഇത് തടയുന്നതാണ്. ട്രൈക്കോഡോപ്റ്റെക്കിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്.
അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഒരു 100 ഗ്രാം 2 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് 2 കിലോഗ്രാം വിത്ത് വരെ 30 മിനിറ്റ് സമയം മുക്കിയതിന് ശേഷം തണുത്തുണക്കി നടാം. ഇപ്പോൾ അതിൽ ട്രൈക്കോഡർമ കലക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ കണ്ണുകൾ നമുക്കതിലിടാം. ഇപ്പോൾ എല്ലാം ട്രൈക്കോഡർമ മിക്സറത്തിൽ മുക്കിയിട്ടിരിക്കുകയാണ്. ഒരു ½ hour ഇങ്ങനെ മുക്കിയിടണം. അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ഉണക്കിയിട്ട് നമുക്ക് നടാവുന്നതാണ്. ഒരു 50 എണ്ണം ഈ ഡ്രമ്മിൽ ഇട്ടിട്ടുണ്ട്. ഒരു ½ hour കഴിഞ്ഞിട്ട് നമ്മൾ ട്രൈക്കോഡർമയിൽ മുക്കിയതിന് ശേഷം കുറച്ച് നേരം വെയിലത്ത് വെച്ച് ഉണക്കണം. ഉണക്കിയതിന് ശേഷം മാത്രമേ നടാവൂ. അപ്പോൾ നമ്മൾ വാഴ നടാൻ പോകുന്ന കുഴിയിൽ നമ്മൾ ചാണകം ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ ഇടണം. കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ ഇതെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ ആ കുഴിയിലിടുക. എന്നിട്ട് നമ്മൾ നടാൻ പോകുന്നത് ഈ കണ്ണാണ്. നേന്ത്രൻ വാഴയുടെ കണ്ണാണ് നടാൻ പോകുന്നത്. അപ്പോൾ വാഴ നടുമ്പോൾ പണ്ടത്തെ കാരണവന്മാർ പറഞ്ഞ് കുറച്ച് ചരിച്ച് നടണം. ചരിച്ച് നട്ട ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കരുത്തോടുകൂടി വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ചരിച്ച് തന്നെ നടാം. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് മണ്ണ് വെട്ടി ഇടണം. നമ്മളിവിടെ മണ്ണ് വെട്ടി കൂട്ടി അത് മൂടിയിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വാഴ നടുമ്പോൾ ചില ടൈമുകളുണ്ട്. ടൈം മീൻസ് ചില മാസങ്ങളിൽ നടാൻ പാടുള്ളൂ. ഓഗസ്റ്റ് സെപ്റ്റംബർ തുടങ്ങിയുള്ള മാസങ്ങളിൽ നമുക്ക് നടാവുന്നതാണ്. അതെന്ന് വെച്ചാൽ വേനൽക്കാലം ഒഴിവാക്കാം. അല്ലെങ്കിൽ നമുക്ക് ഫെബ്രുവരിയിലെ എൻഡിലോ അല്ലെങ്കിൽ ഒരു മിഡിലാവുമ്പോഴൊക്കെ നടാവുന്നതാണ്. അപ്പോൾ നമ്മളത് മഴക്കാല വാഴയ്ക്ക് വേണ്ടിയിട്ട് നടന്നത്. അപ്പോൾ നമുക്ക് 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് തുടങ്ങുമ്പോഴേക്കും മഴ തുടങ്ങും. അപ്പോൾ മഴയെ നമുക്ക് ഈ വെള്ളമൊക്കെ കുറവുള്ളടത്ത് നമുക്ക് ഫെബ്രുവരിയിൽ നടയണമെങ്കിൽ മഴക്കാല വാഴക്കൃഷി എന്നറിയപ്പെടുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാവുന്നതാണ്. വാഴ നട്ട് കഴിഞ്ഞിട്ട് ഇനി നന്നായിട്ട് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചാൽ മാത്രമേ ആ ഈർപ്പുണ്ടെങ്കിൽ മാത്രമേ അത് നന്നായിട്ട് വളർന്നു വരുള്ളൂ. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇത് നിങ്ങൾക്ക് എങ്ങനെ ഒരു പുതിയ രീതിയിൽ നിങ്ങൾ വ്യവസായാടിസ്ഥാനത്തിൽ വാഴ കൃഷി ചെയ്യുമ്പോൾ എന്തായാലും ഈ ഞങ്ങൾ തരുന്ന ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു കരുതുന്നു. നിങ്ങളുടെ കമൻസുകൾ ഞങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. പ്ലീസ് കമൻസ് ഓൺ അണ്ടർ ദിസ് വീഡിയോ. താങ്ക് യു.